ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. സ്വന്തം നിയോഗം പറയണേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് പരീക്ഷക്കാരെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് പരീക്ഷ ചില വിഷയം പാടുള്ളവരെ, രോഗിയായത് കാരണവും മരുന്ന് എടുക്കുന്ന കാരണവും ചില ക്ലാസ്സുകൾ പോകാൻ പറ്റാതെ കണക്ഷൻ വിട്ടുപോയ മക്കളുണ്ട്. അവർക്ക് ചില വിഷയങ്ങൾ വരുമ്പോൾ പരീക്ഷ പേടിയാണ് അവർക്ക്. കർത്താവ് അങ്ങനെയുള്ളവർക്ക് കർത്താവ് അവരുടെ മെരിറ്റിലല്ലാതെ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്നുള്ള ദൈവത്തിൻ്റെ പൊതുവായിട്ടുള്ളൊരു നയപരിപാടിയുടെ ഭാഗമായി, യക്ഷാകര നയപരിപാടിയുടെ ഭാഗമായി അതിൻ്റെ ഒരു ഔദാര്യം കർത്താവേ, ആനുകൂല്യം കർത്താവേ, തീരെ അവശതയുള്ളവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയിലാണ് അവരുടെ ആത്മവിശ്വാസം, അങ്ങയിലാണ് അവരുടെ സമാധാനം. ക്രിസ്തുവിലാണ് നമ്മുടെ സമാധാനം. ഞങ്ങൾ വായിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് സംഘർഷമുണ്ടാക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ദൈവം സമാധാനം കൽപ്പിച്ച് അനുഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് ഞങ്ങൾ അപ്പോസ്തലന്മാരെ പോലെ വിശ്വസിക്കുകയും അപ്പോസ്തലന്മാരെ പോലെ ആ സമാധാനം അഭിലഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം എന്നറിയിച്ചത് കർത്താവേ, നിന്റെ സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ കുടികൊള്ളുന്ന അറിയിച്ചത് കർത്താവേ, നിന്നെ സ്വീകരിക്കാനും നിൻ്റെ വചനത്തെ ജീവിക്കുവാനും കർത്താവ് ഉടമ്പടി പ്രകാരം മുന്നേറുവാനും അങ്ങനെ സമാധാനത്തിന് അർഹമാകുവാനും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഞാൻ നിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ആ സമാധാനം ആശംസിക്കുന്നു. രോഗികൾക്ക് സമാധാനം ആശംസിക്കുന്നു. സൗഖ്യമായി സമാധാനം അനുഭവിക്കാനും അതിനെ അതിജീവിക്കാനുള്ള അതിജീവിക്കാനുള്ള ക്രിസ്തീയമായ ശക്തിയുടെ സമാധാനം അനുഭവിക്കുകയായി പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള സാമ്പത്തിക പിരിമുറുക്കങ്ങളിലെ, ഞെരുക്കങ്ങളിലെ, പല ഭീഷണികളിലെ, സങ്കടങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ
39 വർഷം അർപ്പിച്ച കൃപാനുഭൂതിയാൽ സമാധാനം ആശംസിക്കുന്നു. സമാധാനം അക്ഷരാർത്ഥത്തിലെ നിൻ്റെ ഹൃദയത്തെ ഭരിക്കട്ടെ, നിൻ്റെ ഹൃദയത്തെ ഭരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ എന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് വിഷമിക്കുന്നത്, ഏത് വ്യക്തിയെക്കുറിച്ചാണോ നീ ഇന്ന് വിഷമിക്കുന്നത്, ആ വ്യക്തി നിനക്ക് അനുകൂലമായി മാറട്ടെ. ദാവീദിന് എങ്ങനെയാണ് സാവൂള് അനുകൂലമായി മാറിയത്, അതുപോലെ ദൈവം നിൻ്റെ സാഹചര്യത്തെ നിനക്ക് അനുകൂലമാക്കി മാറ്റട്ടെ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഇപ്പോഴും മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. കൃപാസനത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി 24 മണിക്കൂറും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മാധ്യസ്ഥം നിനക്ക് ലഭിക്കട്ടെ. നിൻ്റെ കഴിവോ നിൻ്റെ ശേഷിയോ നിൻ്റെ പണബലമോ നിനക്ക് എല്ലാം നിന്നെ കൈവിട്ട് കളയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നീ സുരക്ഷിതമായിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തി നിന്നെ ആവശ്യിക്കട്ടെ. നീ ഏത് വിഷയത്തിന് വേണ്ടിയാണോ വിഷമിക്കുന്നത്, ജീവിതത്തിൻ്റെ ഏത് പ്രയാസകരമായ അവസ്ഥയാണോ നിന്നെ ചുഴഞ്ഞു നിൽക്കുന്നത്, ചിലപ്പോൾ കുടുംബപരമാകാം, ചിലപ്പോൾ സാമൂഹ്യമാകാം, കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കശപിശകളാകാം, വഴക്കുകളാകാം, അങ്ങോട്ട് ഒരാളെ കണ്ടുകൂടാത്തൊരവസ്ഥയാകാം, ആ എല്ലാ മേഖലകളിലേക്കും കർത്താവേ നിൻ്റെ കരുണയാ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ അന്ന് അരിച്ചിറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പല പേടികളുണ്ട് കർത്താവ്, പല പേടിയുണ്ട്. ഇരുട്ടിനെ പേടിക്കുന്നവരുണ്ട്, വ്യക്തികളെ പേടിക്കുന്നവരുണ്ട്, വിഷയത്തെ പേടിക്കുന്നവരുണ്ട്, ചില തീയതികളിൽ എന്തെങ്കിലും സംഭവിക്കുന്നവർക്ക് തീയതികളെ ഒന്നിനെയും പേടിക്കേണ്ടെന്ന് കരുതി നീ പറഞ്ഞിട്ടുണ്ട്. ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ദൈവത്തെ മാത്രം പേടിച്ചാമെന്ന് അളിച്ച് കർത്താവേ, നിന്നെ മാത്രം പേടിച്ച് ബാക്കി എല്ലാത്തിനും നേരിടാനുള്ള സുവിശേഷത്തിൻ്റെ ആപ്പോസ്തികമായ കരുത്ത് അങ്ങനെ മക്കൾ ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുവാമേ. എൻ്റെ പ്രിയയുടെ, നമുക്ക് മത്തായിയുടെ സുവിശേഷം 17:17 വായിക്കാം ഇന്നത്തെ സന്ദേശമായിട്ട്. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും. അതായത് രസം എന്ന് വെച്ചാൽ ഇത് ഈശോ അപ്പോസ്തലന്മാരെ ഫൽസിക്കുന്നതാണ്. ഇവരൊരു അപസ്മാര രോഗിയെ സുഖപ്പെടുത്താൻ വേണ്ടി അവിടെ അപസ്മാരയുടെ അപ്പൻ ഇവരുടെ അടുത്ത് കൊണ്ടുവരും, അപ്പോസ്തലന്മാരുടെ അടുത്ത് കൊണ്ടുവരും. ഇവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും അത് സുഖപ്പെടുന്നില്ല. അപ്പം സീൻ വളരെ കോന്ത്രയാവും. അപ്പോൾ ഉടനെ അയാൾക്ക് ആ ഉണ്ടായ വിശ്വാസം പോകും. ആർക്ക്? ഈ അപസ്മാര രോഗിനെ ചോദിച്ചുകൊണ്ട് വന്ന അപ്പനില്ല, അയാൾ വർഷങ്ങളായിട്ട് അനുഭവിക്കണ. അയാൾ പറയുന്നുണ്ട് ശൈശവം മുതൽ ഇത് തന്നെയാണ് അവസ്ഥയെന്ന്. ഈ കുഞ്ഞിൻ്റെ കൂടെ ജീവിതം ഇങ്ങനെ അടപ്പിൻ്റെ അകത്ത് വിറക് വെച്ചിരിക്കണ പോലെ വെച്ചിരിക്കുകയാണ്. അല്ലാത്ത ആ മനുഷ്യൻ്റെ ഒരു ആശ്രയമായിരുന്നു ഈ അപ്പോസ്തലന്മാർ. പക്ഷേ സംഗതി പാളിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആ പാളിച്ചകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് അയാൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് പാളിച്ചകളൊക്കെ ഉണ്ട്, പക്ഷെ അത് പാളിച്ചകൾ പറയണം. അയാളുടെ പ്രാർത്ഥനയിലുണ്ട്. അയാൾ പറയണത്, നിനക്ക് വല്ലതും ചെയ്യാമെങ്കിൽ എന്നെ സഹായിക്കണമെന്ന് പറയും. അപ്പോൾ കാര്യം ആദ്യത്തെ ചെയ്ത്തൊക്കെ പരാജയപ്പെട്ടല്ല, അതുകൊണ്ടാണ് അങ്ങനെ കർത്താവിനോട് ചോദിക്കണത്. കേൾക്കുമ്പോൾ ഒരു അനാദരവോടൊക്കെ തോന്നുമെങ്കിലും അയാളുടെ അനുഭവം അതായത് ദൈവത്തിന് അതൊക്കെ മനസ്സിലാകും. മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ ചില സമയത്തൊക്കെ ഒരു ഡാമേജ് പ്രെയറൊക്കെ ഉണ്ടാകും. ഇതും ഡാമേജ് പ്രെയറാണ് ശരിക്കും. പക്ഷേ കർത്താവ് അത് സംയമനത്തെടുക്കും. എന്താ കാര്യം? അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ സെറ്റ് പ്രെയർ എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് ദോഷവുമുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? അത് ഓട്ടോമാറ്റിക് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസാണ്. ഇയാളുടെ എക്സ്പ്രഷൻസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ സഹായിക്കണം. അതാണ് ഒരു പ്രാർത്ഥന. വലിയ വിശ്വാസമൊന്നുമില്ല ഇതിന്. പുള്ളി തുറന്നു പറയുകയും ചെയ്യും, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് പറയും പുള്ളി. അതിനും പുള്ളി ജാമ്യം എടുക്കുന്നുണ്ട്. പാപ്പടൻ്റെ ഭയങ്കര സിൻസിയർ പ്രെയറാണ്. അതുകൊണ്ട് കർത്താവ് ചോദിക്കും, അവന് അവിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അവിശ്വാസത്തെ ഈശോ അഡ്രസ്സ് ചെയ്യും. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നതിന് എല്ലാം സാധിക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും, കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിക്കണം. ഐ ആം സോ ഹെൽപ്ലെസ് അബൌട്ട് മൈ സ്റ്റേറ്റ് ഓഫ് മൈ ഫെയ്ത്ത്. അതായത് ഫെയ്ത്ത് സ്റ്റേറ്റിലെ ആ വിശ്വാസത്തിൻ്റെ അവസ്ഥയിൽ ഐ ആം സോ കൺഫ്യൂസ്ഡ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കൺഫ്യൂഷൻ നമ്മൾ ദൈവത്തോട് പറയണം. എനിക്ക് വിശ്വസിക്കാൻ അങ്ങനെ വരണേ പറ്റണില്ല എന്നാണ്. എന്താണ് എനിക്ക് അവിശ്വാസമുണ്ട് എന്നാണ് പറയണത്. എൻ്റെ അവിശ്വാസത്തെ നീ പരിഹരിക്കും. എനിക്ക് തോന്നുന്നു സുവിശേഷത്തിൽ ബെസ്റ്റ് പ്രെയർ ഇതാണെന്ന് തോന്നുന്നു. വെച്ചാൽ എക്സ്പ്രഷൻ, പ്രെയർ എന്നല്ല, പ്രെയർ എക്സ്പ്രഷൻസ്. അപ്പോഴും ഇങ്ങനെയുള്ളവരൊക്കെ കൈകാര്യം ചെയ്യണ്ടേ? വലിയ പാടല്ലേ? അപ്പോൾ കർത്താവ് അയാളോട് സൗമ്യമായി പെരുമാറിയിട്ടും അപ്പോസ്തലന്മാരോട് പറയും, ഞാനില്ലാത്തൊരു കാലം വരും. അതാണ്, ഞാനില്ലാത്തൊരു കാലം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്.
അതാണ് അത് നിസ്സാര സഭയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയ്ക്ക് എല്ലാം സഭയാണെന്ന് പറഞ്ഞാലും പറയുമ്പോൾ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയുള്ള സംഭവമുണ്ട്. കർത്താവ് ഇല്ലാത്ത ഒരു സഭയുണ്ട്. ഞാൻ ഇല്ലാത്തൊരു കാലത്ത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എന്നുവെച്ചാൽ കർത്താവ് ഉണ്ടാകുകയെ, പക്ഷെ നമുക്ക് അനുഭവവേദ്യമായിരിക്കത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ സൂര്യൻ, ഭൂമിയുടെ സൂര്യനുണ്ടല്ലോ, പക്ഷെ മറുപറയാണ്. അപ്പോഴും നമ്മൾ ഇരുട്ടെന്നാണ് വിളിക്കുന്നത്. പക്ഷേ സൂര്യൻ ഇല്ലാത്ത ഒരവസ്ഥ ഇരുന്നില്ല, പക്ഷേ മറുപറമായിരിക്കും. ഞാൻ ഇല്ലാത്തൊരു കാലം. ജെറമിയ 23 നമുക്ക് കഴിഞ്ഞ ദിവസം കണ്ടില്ല, 23 ഞാൻ വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിക്കണം. എന്തൊരു രസമൊക്കെ കേൾക്കാൻ. കാര്യം നമ്മൾക്ക് ദൈവാനുഭവം ഇല്ലെങ്കിലും ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അപ്പോഴേ ഈശോ ഈ അപ്പോസ്തലന്മാരോട് പറയണത്, ഈശോയ്ക്ക് ഞാനില്ലാത്തൊരു കാലമെന്ന് പറഞ്ഞില്ലേ, അത് പുതിയ ടെർമിനോളജി ഉപയോഗിക്കാൻ തുടങ്ങിയാണ് ആൾ. അത് താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. താബോർ മലയിൽ എന്താണ് നടന്നത്, പിതാവും ഈശോയും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ചെറിയ ഒരു രൂപരേഖയാണ് പുറത്തേക്ക് വരണത്. എന്താണ്, ഒരു റിലീഫ് പുറത്തേക്ക് വരികയാണ്. എന്താണ്, നീ ഇല്ലാത്തൊരു കാലം ഉണ്ടാകുമെന്ന്. നീ ഇല്ലാത്ത, അപ്പോൾ ഞാനില്ലാത്തൊരു കാലത്തെക്കുറിച്ച് തന്നെയാണ് താബോറിൽ ഈശോ തേങ്ങിയത് ശരിക്കും. കാര്യം അതൊക്കെ മുമ്പ് ഈശോ പീഡാനുഭവത്തെക്കുറിച്ച് 1-ാം പീഡാനുഭവം പറയുന്നുണ്ട്. മനുഷ്യപുത്രൻ ശത്രുക്കളിൽ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തി നിൽക്കും. ഈ 3-ാം ദിവസം ഉയർത്തി നിൽക്കുമെന്ന് പറയുമ്പോഴും പീഡാനുഭവത്തിന് ഈശോയെ ശരിക്കും ഹോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പിതാവ് ഈശോ പറഞ്ഞത് മേ ബി നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അതിനെ ഏലിയയെ കാണിച്ചു, പിന്നെ മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു, എപ്പോഴും ഇങ്ങനെ പീഡാനുഭവത്തെക്കുറിച്ച് ഓവറായിട്ട് മനസ്സിലാകണ്ട, ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ഈ പിതാവ് എന്തിനറിയാ, പിതാവാണ് പിതാവ്. ഞാൻ ഈശ്വരൻ പ്രവർത്തിക്കും. പിതാവ് ഈശോയുടെ ഏറ്റവും വലിയ വിജയം പിതാവിനെ വെളിപ്പെടുത്തിയതാണ്. പിതാവ് പറയും, എപ്പോഴും പീഡ, നീ മനുഷ്യനായ സമ്പൂർണ്ണ മനുഷ്യനായും കൂടി ആയതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ അങ്കലാപ്പുള്ളത്. പക്ഷേ യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ റിസറക്ഷൻ. എന്നിട്ട് റിസറക്ഷൻ 2 കക്ഷികൾ അവതരിപ്പിക്കും. പണ്ട് മരിച്ചുപോയ ഏലിയായെയും മരിച്ചുപോയ എടുക്കപ്പെട്ടവരായി ഇവർ 2 പേരും, ഏലിയായും മോസസിനെയും. ഇത് പറയും, പ്രയോറിറ്റി ഒന്ന് ചേഞ്ച് ചെയ്തോളാൻ പറയും. നീ ഇപ്പോൾ ആംഗ്യഷായിരിക്കേണ്ട കാര്യം, നിൻ്റെ പ്രയോറിറ്റി നീ ഓവർ ഇമ്പോർട്ടൻസ് പീഡാനുഭവത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ജസ്റ്റ് ചേഞ്ച് യുവർ പ്രയോറിറ്റി. നീ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയും. അതുകൊണ്ടാണ് 2-ാമത്തെ പീഡാനുഭവ പ്രചോദനം വരേണ്ടി വരുന്നത്. ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിലും ശിഷ്യന്മാരും ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സത്തയെ കണ്ടെത്തണം. എന്താണ്, 3-ാം ദിവസം ഉയർത്തി നിൽക്കും. ഇന്നത്തെ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ അതിനെക്കുറിച്ച് പിന്നീട് പൗലോസും ഈ അപ്പോസ്തല പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ തുലനം ചെയ്യും. ഈ ഭൂമിയിൽ നമുക്ക് തുലനം ചെയ്യാൻ ഒന്നേ ഉള്ളൂ. പരസ്പരം തുലനം ചെയ്യുന്നൊരു വിഡ്ഢികളാണെന്ന് പറഞ്ഞ് സുവിശേഷം പറയും. തുലനം ചെയ്യണം, ചെയ്യേണ്ടത് ചെയ്യണം. എന്താണ് തുലനം ചെയ്യേണ്ടത്? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അതായത് ഇത് താബോറിന്റെ സ്പിരിറ്റാണ്, സ്പിരിറ്റ് ഓഫ് താബോർ. താബോറിൽ നടക്കുന്നത് ട്രാൻസ്ഫിഗറേഷനേക്കാൾ ഉപരി ട്രീറ്റ്മെൻ്റ് ആണ്. ഞാൻ അതിനങ്ങനെ വിളിക്കുന്നത് താബോർ ട്രീറ്റ്മെൻറ്റ് താബോർ. ഞാൻ നല്ല ചികിത്സ കിട്ടി ഈശോയ്ക്ക് അവിടെ. ഈ ഏലിയാവിനെയും കാണിച്ചു കൊടുത്ത്, മോസനെയും കാണിച്ചു കൊടുത്തു, ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഇന്നത്തെ കട്ടകൾ, നീ പീഡാനുഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, പീഡാനുഭവത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച്. അപ്പോൾ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദി ഇറ്റേണൽ ലൈഫ്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഈ ഭൂമിയിലെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഓപ്ഷനാണ്, ഫണ്ടമെൻ്റൽ ഓപ്ഷൻ. എന്താണത്? ഉത്ഥാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിതത്തെ പുനഃക്രമീകരിക്കുക, സഹനങ്ങളെ അതിജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളുടെ ഇതിനകത്ത് വിഷയം എന്താണ്? ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ളൊരു യാത്രയാണ്. അത് കാരണം അതിൻ്റെ ആസ്തികളാണ് നമ്മളിവിടെ വെച്ച് സംഭരിക്കണത്. അതുകൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാത്തത്. അതാണ് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്, എക്സ്ട്രാ ചെയ്യണത് എന്താണെന്ന് ചോദിക്കണത്. പക്ഷേ എക്സ്ട്രാ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? നിത്യതയ്ക്ക് വേണ്ടിയാണ്. യു ഗോട്ട് ദ പോയിന്റ്, ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? അതായത് ഈശോ പറയുന്നത് എന്താണ്? നമ്മൾ എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ വായിച്ചായിരുന്നു, എനിക്ക് ജെറുസലേമിലേക്ക്, കർത്താവ് പറഞ്ഞതാണേ. എനിക്കാണത് മത്തായിയുടെ സുവിശേഷം 16:21 എഴുതേ.
ശ്രുതികട ഹല്ലേലൂയ. മത്തായി 16:21. മത്തായി 16:21. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. അപ്പൊ ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങിയെന്ന് പറയണത്, ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആഴ്ചയിലാണ് ഇത് എല്ലാപ്പോഴും വായിക്കുന്നതാണ് ഈ ഭാഗങ്ങൾ. പക്ഷെ അപ്പോഴും ഈശോ പറഞ്ഞത്, ഇടമനെ ഇത് ജെറുസലേമിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനമൊന്നുമല്ല, ഞാൻ സ്വർഗീയ ജെറുസലേമിലേക്ക് പോകുന്ന യാത്രയാണ് ഞാൻ തുടങ്ങിയത്. അത് ഞങ്ങൾ സെമിനാരിലും പോലും പഠിക്കാത്ത സംഭവമാണ്. കാര്യം ഇതിന് ജെറുസലേം ഗലീലി ടു ജെറുസലേം എന്ന് പറഞ്ഞ് യുക്കാൻ്റെ സുവിശേഷത്തിൽ ഒരു മാർഗത്തിൻ്റെ സുവിശേഷം കാരണം ഈ ഒരു കാര്യമാണ്. കാര്യം ലൂക്ക സുവിശേഷം എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു യാത്ര 3 കൊല്ലം കൊണ്ട് തീരണതാണ്. അത് ഗലീലിയ മുതൽ ജെറുസലേമിലേക്കുള്ള ഒറ്റ യാത്രയായിട്ടാണ്, ചിലപ്പോൾ 3 യാത്രയായിട്ടൊക്കെ അവതരിപ്പിക്കുക അവർ. എന്താ, ആ ജെറുസലേമിൽ ചെന്ന് എത്തുന്ന സമയത്ത് വെച്ചാണ് ഈശോയ്ക്ക് പീഡാനുഭവം ഉണ്ടാകുന്നത്, പിന്നെ തിരുവുത്ഥാനം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതേ രീതിയിലാണ്. പക്ഷേ ഈ ഭാഗം ഞാനൊരു 100 പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോൾ ഈശോയുടെ ആത്മാവ് പറഞ്ഞു, ഇത് നിങ്ങൾ പറയുന്ന ജെറുസലേം എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന ആ ഭാഗം ഒരു ടോപ്പോഗ്രഫിക്കലായിട്ടുള്ള ഒരു എൻറ്റിറ്റി അല്ല. ഐ മെൻറ്റ് ദാറ്റ് ഇറ്റേണൽ ജെറുസലേം. ബൈബിൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ബൈബിൾ വെളിപാട് അവസാനിക്കുന്നത് നമ്മുടെ സ്വർഗീയ ജെറുസലേമിലേക്ക് എത്തിച്ചേരണമാണ്. ഈ യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയണമെന്ന് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു സൂചന നൽകിയപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇനി താഴേക്ക് നീ ഇതുപോലെ വായിക്കാൻ പറഞ്ഞു. നിത്യതയെക്കുറിച്ച് സുവിശേഷത്തിന് നീ പുനർവായന കൊടുക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞ വചനങ്ങളെ പുനർവായനയിലൂടെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയത് എന്താണെന്നറിയാവോ? പിന്നീട് ഞാൻ എൻ്റെ മനസ്സിൽ കർത്താവ് തന്നത് 16:24. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 16:24. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 16:24. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇവിടെയാണ് പ്രശ്നമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഇത് പറഞ്ഞിരിക്കുന്നത് ഗാഗുൽത്തായി പോയി പത്രോസും ശിഷ്യന്മാരും എല്ലാവരും കൂടെ പോയിട്ട് അനുഗമിച്ച് അവിടെ പോയി കർത്താവിനെ പോലെ കുറിച്ച് കിടക്കുന്ന കാര്യമല്ല പറയണത്. നമുക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ ഇതും അങ്ങനെയായിരിക്കുന്നു. അല്ല, നമുക്ക് എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കണം എന്നാണ് ഈശോ പറഞ്ഞത്. ശിഷ്യന്മാരെ കൂട്ടിയിട്ടില്ല അവിടെ. എനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കണത്. ഇനി ആർക്കെങ്കിലും നിത്യതയിലേക്ക് എൻ്റെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ പിന്നെന്താ ചെയ്യണത്? ആർക്കെങ്കിലും എന്നെ അനുഗമിക്കാൻ നിത്യ ജെറുസലേമിലേക്ക് പോണ യാത്രയിൽ ആർക്കെങ്കിലും എന്നെ അനുഗ്രഹിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ 16:24 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? നിങ്ങളെ തന്നെ സ്വയം പരിത്യജിക്കണം. എന്ത് ചെയ്യണം? ദിവസേനയുള്ള തന്നെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ സ്വർഗീയ നിത്യതയെ അനുസരിച്ചിട്ടാണ് ഈ കുരിശ് വെച്ചിരിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ? പ്രാർത്ഥിച്ചിട്ടും കുരിശാണല്ലോ എന്ന് പറയത്തില്ലേ? ഇപ്പോൾ സിമിയും അങ്ങനെയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതൊക്കെ മുമ്പ് വേറെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസംബർ 7-ാം തീയതി, ഇന്നലെ 8-ാം തീയതിയല്ലേ, 7-ാം തീയതി ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിലെ ശ്രുതിയുടെ മക്കളെ മഞ്ജു വർഗീസ് 7-ാം തീയതി എടുത്ത സാക്ഷ്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കരുന്നു. മഞ്ജു വർഗീസ് ഈ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. മഞ്ജു വർഗീസ് പറഞ്ഞ ഇതാണ്, എനിക്ക് ഈ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദൈവവുമായിട്ടുള്ള മൽപ്പിടുത്തങ്ങൾ അവസാനിപ്പിച്ചെന്ന്. എനിക്ക് പണ്ട് മുതലുള്ളൊരു കുഴപ്പമാണ്. എന്താ കാര്യം? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദൈവവുമായിട്ട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്താ തർക്കിക്കണത്? ഞാനല്ലേ ഇങ്ങനെ ഉപവസിക്കണത്, എൻ്റെ അനിയത്തി ഉപവസിക്കണില്ലല്ല, അവളുടെ കാര്യമെല്ലാം നടക്കണുണ്ടല്ല. മനസ്സിലായില്ലേ? കാര്യം ചില സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ ചേട്ടത്തിയും അനിയത്തിയും. അപ്പോൾ ആ ചേട്ടത്തി പോയി അവൾ 10-ാം ക്ലാസ് ചിലപ്പോൾ തോറ്റു പോകും, ചിലപ്പോൾ ജയിക്കും. അവളുടെ കാലത്ത് അപ്പന് അസുഖം ഉണ്ടാകും. പക്ഷേ തന്നെ അവളുടെ അപ്പൻ്റെ കാര്യം അമ്മയുടെ കാര്യം നോക്കുമ്പോൾ അനിയത്തി ഒന്നും അറിയാതെ പഠിച്ചു പോകും, അവൾക്ക് റാങ്ക് കിട്ടും.
അവൾക്ക് ഉദ്യോഗം കിട്ടും, അവൾക്ക് ലവ് അഫെയർ കിട്ടും, ചേട്ടത്തേക്കാൾ നേരത്തെ അവൾക്ക് ജോലിയും കിട്ടി, അവൾ കല്യാണം കഴിച്ച് അവളെ പ്രസവിക്കുകയും ചെയ്തു, പോരെ. പക്ഷേ അനിയത്തി അപ്പോഴും ഒരോടും പരവില്ലാതെ നിൽക്കും. ഞാനാണല്ലോ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, നിനക്ക് വേണ്ടി ഞാനാണല്ലോ എൻ്റെ അപ്പനെ നോക്കിയത്, എൻ്റെ അനിയത്തി നോക്കിയില്ലല്ലോ അപ്പനെ, എൻ്റെ ആങ്ങളെ ശ്രദ്ധിച്ചില്ലല്ലോ, അവനൊക്കെ ഇപ്പോഴല്ലേ കയറി വന്നത്, അവരൊക്കെ വീട് വെക്കാൻ നോക്കി ആരുമായിട്ട് കല്യാണം ഒത്തു വന്നപ്പോൾ അവർക്ക് വീട് വെക്കാൻ വേണ്ടി അപ്പൻ്റെ സ്വത്ത് മേടിക്കാൻ വേണ്ടി ഇപ്പോഴല്ലേ അപ്പനെ നോക്കാൻ വന്നത്. ഇങ്ങനെ തർക്കിച്ചുകൊണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങൾ ദൈവത്തോട്. എൻ്റെ മക്കളെ ഓർക്കുക, ദൈവമായിട്ടുള്ള ബന്ധം ഇവിടെ അവസാനിക്കണതല്ല. നിങ്ങൾ ഈ ജീവിതം ഇന്നത്തെ ജീവിതത്തിൽ ഇന്ന് അവസാനിക്കുന്ന വിചാരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല, അനിയത്തിനെ കിട്ടി, അയൽവാസി കിട്ടി, നമ്മൾ ദൈവത്തിൻ്റെ കഴുത്തേക്കാളും ചെല്ലുന്നത്. മിണ്ടാതിരിക്കണം. അതായത് നമ്മുടെ നിശബ്ദതയാണ് നമ്മുടെ നിയോഗം. ഇന്നലെ ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നം കണ്ടു. ഇതൊക്കെ ഇന്നലെ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ ഇന്നലെ അമ്മ പറയിപ്പിച്ചില്ല. അത് ഇന്നലെ പറയാനുള്ളതല്ല, ഇന്ന് പറയാനുള്ളതാണെന്നാണ് പറയണത്. കാരണം ഇന്നലെ ഞാൻ കണ്ട സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂഷെ എന്ന് പറഞ്ഞ വൈദികൻ, ആ പേര് പോലും അറിയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. ക്രൂഷെ ഒരു ഫോറിൻ വൈദികനാണ്. അർത്തിങ്ക പോലുള്ളൊരു ബസിലിക്കയുടെ അരികിൽ ആ അകത്ത് നിന്നുകൊണ്ട് ഈ കുർബാന അർപ്പിക്കുകയാണ്. അർത്തിങ്ക പോലൊക്കെ എനിക്ക് തോന്നിയതാണ്, ഒരു ബസിലിക്കയാണ് സംഭവം, ഒഫീഷ്യൽ ചർച്ചാണ്. അപ്പോൾ ഈ ക്രൂഷെ എന്ന് പറയുന്നൊരു വൈദികൻ പണ്ടൊരു സന്യാസ സഭ സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടുള്ള ഒരു വൈദികൻ ഈ ബസിലിക്ക സന്ദർശിക്കാൻ വന്ന സ്വപ്നമാണേ. ഇന്നലെ 5:20 സ്വപ്നമാണ്. ഇന്നലെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമല്ലേ. ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഒരു മെസ്സേജാണ് വരണത്. അപ്പോൾ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റതാണ്, 4 മണിക്ക് എഴുന്നേറ്റതാണ്. പിന്നെയും ശരീരം തളർന്ന കാരണം പോയി കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ഈ സ്വപ്നം വന്നത്. അപ്പോൾ എന്നെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രൂഷയുടെ ഒരു പിൻഗാമിയായിട്ടുള്ള അച്ഛനുമായിട്ട് ഞാൻ അച്ഛന് ഇന്ന് കുർബാന അർപ്പിക്കണം, അച്ഛനാണ് കുർബാന അർപ്പിക്കണത്. അപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് കുർബാനയ്ക്ക് പിതാനും പുത്രനും പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ മേക്ക് എടുത്തിട്ട് ഈ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് ക്രൂഷ അച്ഛൻ്റെ പിൻഗാമിയായിട്ടുള്ള അച്ഛനാണ്. ഈ അച്ഛൻ ക്രൂഷ അച്ഛൻ ചെയ്തിരിക്കുന്നത്, അതായത് ഇൻറ്റൻഷൻസ്, സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്നും പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. സൈലൻസ് ആൻഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞൊരു സഭ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ നാക്കിയിട്ടില്ല. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സൈലൻസ് ഓഫ് ഇൻറ്റൻഷൻസ്. അപ്പോൾ എനിക്കറിയത്തില്ല ഈ മെസ്സേജ്, അപ്പോൾ എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഈ സന്യാസ സഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സൈലൻസ് ആസ് ഇൻറ്റൻഷൻസ്, സൈലൻസ് തന്നെയാണ് നിയോഗമെന്ന്. അപ്പോഴും അച്ഛൻ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. അപ്പോഴും പിന്നെ വെളിപാടുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പിന്നീട് ഞാൻ പറഞ്ഞു സൈലൻസ് ഇൻറ്റൻഷൻസ് ആണ്, സൈലൻസ്ഡ് ഇൻറ്റൻഷൻസ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നിശബ്ദമാക്കപ്പെട്ട നിയോഗങ്ങളുടെ സന്യാസ സഭ എന്ന് പറഞ്ഞു. അപ്പോഴും ഈ അച്ഛൻ നോ പറഞ്ഞു. പിന്നീട് ഞാൻ തിരുത്തി പറഞ്ഞു, അതായത് അപരിചിതമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി കൈവരിക്കുന്ന മൗനത്തിൻ്റെ സമർപ്പണ ജീവിതമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഓക്കെയായി. ഞാൻ അതുപോലെ തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വിഷയം വേറെയാണ്, വേറെ ചാനലിൽ കയറി വരികയാണെന്ന് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റ് എൻ്റെ നോട്ട് ബുക്ക് മൊത്തം എഴുതി വെച്ചത്, ഇത് മുഴുവൻ ഒപ്പിട്ട്, ഡേറ്റ് ഇട്ട് ഒപ്പിട്ട്, ടൈം ഇട്ട് ഒപ്പിട്ട് കളഞ്ഞ്. കാരണം എൻ്റെ മരണത്തിന് ശേഷം ഏതെങ്കിലും കാലത്ത് ഈ സ്വപ്നത്തെക്കുറിച്ച് സഭ പഠിക്കണ കാലത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയും. അത് ഡോക്യുമെൻ്റാണ്, അത് ഡോക്യുമെൻ്റ്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനേകം നിയോഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ നിയോഗങ്ങളെ കിട്ടിയില്ലെങ്കിൽ ഉടനെ ദൈവമായിട്ട് ഉടനെ ഗുസ്തിക്ക് തയ്യാറാകുകയാണ്. അതാണ് നമ്മൾ പറയണത്, ഞാൻ ദൈവത്തുമായിട്ട് ഗുസ്തിക്ക് തയ്യാറാകുകയാണ്. പക്ഷേ എന്താ പ്രശ്നം? അതായത് നിങ്ങൾ ഒരു നല്ല ചൈതന്യമുള്ള വിശ്വാസിയാണെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ ദൈവമായിട്ട് യുദ്ധത്തിന് പോകത്തില്ല. അതാണ് ഇവൾ പറയണത്, മഞ്ജു വർഗീസ് പറയണത്. ഞാനിപ്പോഴേ എന്തെല്ലാം നെഗറ്റീവ് സംഭവിച്ചാലും എൻ്റെ കർത്താവുമായിട്ട് ഞാൻ യുദ്ധത്തിന് പോകത്തില്ല. എന്നിട്ട് ഞാൻ എഴുതി തന്ന ആ സ്വപ്നത്തിന് താഴെ എഴുതി മാതാവിൻ്റെ സ്പിരിച്വാലിറ്റി അതാണ്. എന്താണ്? ഒരു തർക്കത്തിൻ്റെ സമയം, ഒരു സമാധാനം ചോദിക്കേണ്ട സമയത്ത് സമാധാനം ചോദിക്കാതെ ഹൃദയത്തെ സംഗ്രഹിക്കുന്ന മറിയത്തെയാണ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. മറിയമാണ് ഇതിൻ്റെ ആൾ ശരിക്കും പറഞ്ഞാൽ. ഈ നിശബ്ദ നിയോഗങ്ങളുടെ, അതായത് നിശബ്ദ നിയോഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയോഗങ്ങളുടെ മേലെ ദൈവം കൈവച്ച് ആ നിയോഗങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവമായിട്ട് ഗുസ്തിക്ക് പോകുന്ന അവിശ്വാസിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിൻ്റെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഉപയോഗിക്കുന്നെങ്കിൽ നീ മാതാവിനെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി അത് കാഴ്ചവെച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടിയുള്ള കുരിശായിട്ട് അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിത്യതയുടെ ഓഹരിയാണ് ശരിക്കും കുരിശ്. നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഞാൻ ജെറുസലേമിലേക്ക് പോകണമെന്നാണ് ഈശോ പറഞ്ഞത്, അല്ലാതെ നമ്മൾ പോകണമെന്നല്ല. പക്ഷേ ഇവർ 5-8-10 പേരുണ്ടായിരുന്നു, 12 പേരും കൂടിയാണ് ജെറുസലേമിലേക്ക് പോയത്. പക്ഷേ ഈശോ ഇവിടെ പറയണത് ഞാൻ ജെറുസലേമിലേക്ക് പോകണമെന്നാണ് പറയണത്. നിങ്ങൾ പോണ കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കൂടെ നിത്യ ജെറുസലേമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ 16-24 വർക്കൗട്ട് ചെയ്യണം. എന്താണ്?
16:24 എന്താണ്? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. സ്വയമാണല്ല പ്രശ്നം. ഇവിടുത്തെ മെയിൻ പ്രശ്നം സ്വയമാണ്. സ്വയമെന്ന് വെച്ചാൽ എൻ്റെ സുഖം, എൻ്റെ താല്പര്യം, എൻ്റെ സന്തോഷം, എൻ്റെ സെക്യൂരിറ്റി, ഇതാണ് സ്വയം. ഈ സ്വയം നിൽക്കുന്നിടത്തോളം കാലം ആർക്കും നിത്യതയിലേക്ക് കയറി പറ്റാൻ പറ്റത്തില്ല. കാര്യം അവർ അഹങ്കാരികളും തോന്നിവാസികളും അവരുടെ കാര്യം നടത്താൻ വേണ്ടി ദൈവത്തെ ദുർവിനിയോഗിക്കുന്നവരുമാകും. അതുകൊണ്ട് തന്നെ അവരെ ബഹളക്കാരെന്നാണ് ദൈവം വിളിക്കുന്നത്. ഡയറസിൻ്റെ വീട്ടിൽ നിത്യതയിലേക്ക് ഒരു മനുഷ്യനെ നിത്യതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിയുമെന്നുള്ള സൂചനയായിട്ട് ഭൂമിയെ മരിച്ചൊരു പോയ മനുഷ്യനെ ഉയർപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു ബഹളക്കാർ ഗെറ്റൗട്ടടിക്കാൻ പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് പറഞ്ഞു ബഹളക്കാർ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. കരഞ്ഞു കൂപിക്ക് നിലവിളിച്ച് നടക്കുന്ന, കഴിഞ്ഞ കാലത്ത് ഓർത്ത് നിരാശപ്പെട്ട് നടക്കുന്ന ആൾക്കാരും എഴുന്നേറ്റ് പോകാം, നിങ്ങൾക്കിവിടെ സീറ്റില്ലെന്ന് പറഞ്ഞു. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. മത്തായി 9:23-24. മത്തായി 9:23-24. യേശു ഭരണാധികാരിയുടെ ഭവനത്തിലെത്തി കുഴലൂത്തുകാരെയും ബഹളം വയ്ക്കുന്ന ജനങ്ങളെയും കണ്ടു പറഞ്ഞു, നിങ്ങൾ പുറത്തു പോകുവിൻ. നിങ്ങൾ പുറത്തു പോവുക. അതാ സംഭവം. തർക്കിക്കാൻ പോയാൽ, ദൈവമായിട്ട് തർക്കിക്കാൻ പോകുന്നതിന് ദൈവം ഗെറ്റൗട്ട് അടിക്കും. ഇത് എവിടെ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണമെന്ന് അറിയാവോ? എവിടെ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണം? നിത്യതയിൽ നിന്നാണ് ഗെറ്റൗട്ട് അടിക്കണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമായിട്ട് തർക്കിക്കാൻ. അതുകൊണ്ടാണ് മറിയത്തിന് ജ്ഞാനമുണ്ട്. മറിയം എന്ത് ചെയ്തു? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേദനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കും. മറിയത്ത് തിരിച്ചു ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോട് പറഞ്ഞിട്ട് വേണ്ടി ഇവിടെ നിൽക്കാൻ? നിനക്ക് 12 വയസ്സല്ലേ ആയുള്ളൂ. നിന്നെ ഞാനല്ലേ കൂട്ടിക്കൊണ്ട് വന്നത്. നിൻ്റെ അപ്പൻ ഒരു കൊല്ലം മുഴുവൻ പണിയെടുത്തിട്ട് കിട്ടിയ കാശിൻ്റെ ബാക്കി വെച്ചിട്ടല്ലേ ഈ നാരങ്ങ വെള്ളം കുടിച്ച് നടന്നിട്ടല്ലേ അവസാനം നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ലേ എന്ന് പറഞ്ഞ് തർക്കിക്കാനോ ബഹളം ഉണ്ടാക്കാനോ കർത്താവ് അമ്മ പോയില്ല. അമ്മ എന്ത് ചെയ്ത്? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് വിഷയം. ദൈവവുമായിട്ട് തർക്കിക്കേണ്ട ഒത്തിരി അവസ്ഥകളുണ്ടാകും. നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. പക്ഷേ അതേസമയം തന്നെ ചോദ്യം പെശക് എന്ന് കണ്ടപ്പോഴെന്ത് ചെയ്ത്? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എന്താ കാര്യം? നിത്യതയുടെ ജ്ഞാനങ്ങളിലെ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. സിമി സാക്ഷ്യത്തിൽ പറയണേ, എൻ്റെ മകൻ ഞാനിങ്ങനെ കർത്താവിൻ്റെ കാര്യം ക്രമീകരിച്ചപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു. നിൻ്റെ മകൻ ഇവിടെ അഡ്മിഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുവെച്ചാൽ ഇതിനു വേണ്ടിയല്ലേ ഇവിടെ കരഞ്ഞുകൊണ്ട് നടന്നത്. അപ്പോൾ കൂടെ ഉള്ളവർ ചോദിച്ചു, സിമി ഇതെന്ത് പരിപാടിയാണിത്? നിൻ്റെ യോഗ്യത എന്താണ്? നിൻ്റെ ലിസ്റ്റ് വരുമ്പോൾ നിനക്ക് ഇത്രയും അയോഗ്യത നിനക്കുണ്ട്. നിന്നേക്കാൾ നേരത്തെ അഡ്മിഷൻ കൊടുത്തു. നിൻ്റെ മകനേക്കാൾ കൂടുതൽ മാർക്ക് ഞങ്ങൾക്കുണ്ട്. നിൻ്റെ മകനേക്കാൾ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കുണ്ട്, മാർക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ മകന് കിട്ടിയിട്ടില്ല. നിൻ്റെ മകന് മാത്രം ഇവിടെ വിട്ടാൻ കാര്യം എന്താണ്? അപ്പോൾ സിമി പറയും, എനിക്കൊരു മാതാവുണ്ടെന്ന് പറയും. അതാണ് എന്നോട് മാസം. വേറെ ഉത്തരവില്ല അതിന്. അതിന് ഉത്തരവേ ഉള്ളൂ. കൃപാസനം മാതാവ്. എന്താണ്? ഉടമ്പടി. നോട്ട് ബൈ മെറ്റ് ബട്ട് ബൈ ഗ്രേസ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുമിച്ച് പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, കൃപയുടെ കൂടാരമേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ, വാഗ്ദാന പേടകമേ, കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വർഗീസ് പറയണത്, എൻ്റെ തർക്കമില്ല, ഞാൻ അവസാനിപ്പിച്ചു എന്ന്. എനിക്കിപ്പോൾ തർക്കിക്കാൻ തോന്നണേയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ സംതൃപ്തിയാണെന്ന്. ദൈവത്തിൻ്റെ മനസ്സെന്ത് തന്നെയായാലും എന്നെക്കുറിച്ചുള്ള സംതൃപ്തിയിൽ ഞാൻ സംതൃപ്തിയാണെന്ന് പറയണതാണ് ഈശോ പറഞ്ഞത്. എന്താണ്? ഈ വെള്ളം കുടിക്കുന്നവന് ഇനിയും ദാഹിക്കും, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഇനി ദാഹിക്കുകയില്ല. ദാറ്റ് ഈസ് മഞ്ജു വർഗീസ് അഭിഷിക്തയായിരിക്കുന്നു. കർത്താവിൻ്റെ അഭിഷേകം മേടിച്ചിരിക്കുന്നു. അവക്കിന് ഇനി ഈ അഭിഷേകത്തിൻ്റെ നീണ്ടുനിപ്പിനാണ് സ്വർഗമെന്ന് പറയണത്. അവിടെ നിന്ന് അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നിൽക്കും. ഇനി മരണമില്ലെന്ന് കൈയ്യടിക്കട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ സഞ്ചാരി മാതാവേ സ്തുതിക്കട്ടെ ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ കൃപയുടെ കൂടാരമേ സഞ്ചാരി മാതാവേ കൃപയുടെ കൂടാരമേ വാഗ്ദാന പേടകമേ കൃപാസനത്തിൻ്റെ അമ്മേ വാഗ്ദാന പേടകമേ കൃപാസനത്തിൻ്റെ അമ്മേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വെളിപാട് 21:4. വെളിപാട് 21 ബൈബിൾ അവസാനിക്കാൻ പോകണേ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. വെളിപാടിന്റെ പുസ്തകം 21:4 അല്ലേ? അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുഭവം നമുക്ക് ഭൂമി വെച്ച് തന്നെ കിട്ടും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കരഞ്ഞ കാര്യം, പണ്ട് നിലവിളിച്ച കാര്യം, പണ്ട് ബഹളം ഉണ്ടാക്കിയ കാര്യങ്ങളെ ഇപ്പോഴും നമുക്ക് ബഹളം ഉണ്ടാക്കാൻ തോന്നണില്ലെന്നാണ് മഞ്ജു വർഗീസ് പറയണത്. എന്താ കാര്യം? അവൾക്ക് അതിൻ്റെ അഭിഷേകം കിട്ടിയിരിക്കുന്നു. ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടത് ക്യാഷ് ആൻഡ് കൈൻഡ് അല്ല, മറിച്ച് അനോയിൻമെൻ്റാണ് ചോദിക്കേണ്ടത്. എന്താണ്? അഭിഷേകം. കാര്യം നമുക്കറിയാമല്ലോ, അഭിഷേകം എന്ന് പറയണത് ഒരു വിഷയത്തിന് രണ്ട് തരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഒന്ന് ക്യാഷ് ആൻഡ് ജോലിക്ക് ജോലി നമുക്ക് നൽകും. ചില കാര്യങ്ങൾ ദൈവം റിസർവ്ഡ് ചെയ്യും. റിസർവ്ഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തരത്തില്ല. തരാതിരിക്കുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം ദൈവം തരണത് അഭിഷേകമായിരിക്കും. അങ്ങനെ അഭിഷേകം തന്ന തർക്കം മാറും, ബഹളം മാറും, കരച്ചിൽ മാറും, നിരാശ മാറും. വി വിൽ ബി കണ്ടന്റഡ് ഇൻ അവർ സെൽഫ്. നമ്മൾ തന്നെ. അതാണ് ഒരു വിശ്വാസിയുടെ അവസാന അനുഭവ രൂപം എന്ന് പറയുന്നത്. സെൽഫ് കണ്ടൻറ്റൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അഭിഷേകം പ്രാപിച്ചിട്ട് അവൾ തന്നെ സ്വയം നിശബ്ദമായിരിക്കുന്നു. അതാണ് ഇന്നലെ പറഞ്ഞത്, ഇത് കോൺഗ്രിഗേഷൻ ഓഫ് സൈലൻസ് എന്ന് വെച്ചാൽ എങ്ങനെ സൈലൻസാണ്? വാബുട്ടി ക്ലിപ്പിട്ടിരിക്കുന്ന സൈലൻസ് അല്ല, മറിച്ച് ദൈവത്തിന് വസ്തുക്കൾക്കും അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾക്കും പകരം ദൈവത്തെ കിട്ടിയ മനുഷ്യൻ ബഹളം നിർത്തി ശാന്തവും സൗമ്യവുമായിട്ട് ദൈവ തിരുമനസ്സിൻ ആത്മീയ ആഹാരമായി കിട്ടിക്കൊണ്ട് യോഹന്നാൻ 4:36 അനുസരിച്ച് കൊണ്ട് സ്വയം നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ, അറിയാത്ത ഭക്ഷണം അവന് ആർക്കെങ്കിലും ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഇഷ്ടം നിറവേറ്റുന്നത് നമ്മൾക്ക് അനുഗ്രഹമാകുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് നമുക്ക് കൃപയാകുന്നു, അത് നിങ്ങൾക്ക് അഭിഷേകമാകുന്നു, അത് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് നീളുന്ന വഴിയാകുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം യേശുവേ സമർപ്പണമാക്കി മാറ്റുവാൻ യേശുവേ പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളെ ആരാധനയിൽ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ധ്യാനത്തിലേക്ക് കേൾക്കാം. എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ നിൽക്കുന്നത് നിങ്ങളുടെ ബോഡിയിലെ രക്തോട്ടമൊക്കെ ഇങ്ങനെ നിലച്ച പോലെ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വേർത്തത് കൊണ്ടാണ് അച്ഛൻ എഴുന്നേൽപ്പിച്ചത്. ഞാൻ കുറച്ച് നേരം പാടി കർത്താവ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന മഹത്വം ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ, ഞങ്ങൾ കേട്ട വചനങ്ങളെ പറ്റി ഞങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളെല്ലാം, നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം യേശുവേ ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ മുൻനിർത്തി യാത്ര ചെയ്യുവാൻ യേശുവേ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ,
വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട് അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തിയടിച്ച് വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ഷേത്രപ്പണി ചെയ്യുന്ന പദ്ധതിയാണെന്ന് ഇറങ്ങി പ്രവർത്തിക്കേണ്ടവர்களാണെന്നും രാവിലെ വിളിപ്പിച്ചതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തിന് ആരാധന, ആരാധന, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകളടിച്ചുകൊണ്ട് ആരാധന, ഹല്ലേലൂയ. ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ച പരിശുദ്ധാത്മാവേ, ജോർദാൻ നദിയിൽ മാടപ്രാവിൻ രൂപത്തിൽ വന്ന് യേശുവിനെ മരുഭൂമിയിൽ നയിച്ച പരിശുദ്ധാത്മാവേ, സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും തളരാതെ അഭിഷേകത്താൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. സാത്താൻ മുന്നിൽ പ്രലോഭനത്തിൽ തെല്ലും തളരാതെ അഭിഷേകത്താൽ എന്നെ നയിക്കും പരിശുദ്ധാത്മാവേ. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉറക്കെ പാടാം. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുകളിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീരാവുകളായി, ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ
പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകം കാറ്റേ അസ്ഥികൾ നിറയും താഴ്വരയിൽ ഒരു ജീവൻ പകരണമേ ചെങ്കടൽ പോലും രണ്ടായി മാറ്റി ഒരു അഭിഷേകം കാറ്റേ അസ്ഥികൾ നിറയും താഴ്വരയിൽ ഒരു ജീവൻ പകരണമേ അപ്പോസ്തലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അപ്പോസ്തലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സഭയിലുള്ള സാന്നിധ്യം കർത്താവേ 38 വർഷം കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ എല്ലാവരും വിശുദ്ധമായ രംഗത്താൽ ഉച്ച മുതലേ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പകരട്ടെ വിശുദ്ധമായ രംഗത്താൽ ഉച്ച ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പകരട്ടെ കർത്താവേ ആണിപ്പെടുത്താറുന്ന വലത് കരം ആണിപ്പെടുത്താറുന്ന വലത് കരം അങ്ങനെ മക്കളിലേക്ക് വെക്കണമേ ആന്തരിക രോഗങ്ങള് ബാഹ്യരോഗങ്ങള് ആന്തരിക അവയവ രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ ആയിരക്കണക്കിന് ആരാധന ശക്തിയാൽ ദുരിതങ്ങള് തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. പക്ഷാപരത്തെ സ്തുതിക്കട്ടെ, പക്ഷാപരത്തിൽ വിളിക്കുന്നവരെ പക്ഷാപരത്തെ സ്തുതിക്കട്ടെ, പക്ഷാപരത്തെ സ്തുതിക്കട്ടെ. Jesus Christ, pour out His Spirit, touch the fire finger, shock with the precious blood, the authority of the Catholic Church, with the power of Jesus Christ, with the merit to some holy priesthood. I command you, in the name of Jesus Christ be healed. In the name of Jesus Christ be healed. In the name of Jesus Christ be healed. Lord Jesus Christ, pour out Your Spirit, touch the fire finger, shock with the precious blood. I command you, in the name of Jesus Christ be healed. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മുഴകളാണ്, അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കയ്യിൽ വന്നിരിക്കുന്ന ചെറിയ മുഴകൾ. അതെല്ലാം കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമാണ് ഇപ്പോഴുള്ളത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ചില ആന്തരിക അവയവങ്ങളുടെ തൊലികൾ ഞെറിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആന്തരികമായ സൗഖ്യം നൽകി, ആന്തരിക അവയവങ്ങൾക്ക് കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുന്ന സമയമാണ്. യേശുവേ നന്ദി. യേശുവേ ആരാധന. വലത് കാലിൻ്റെ വിരലിൻ്റെ കാൽ വെള്ള, അതിൻ്റെ തള്ളവിരലൊഴിച്ചുള്ള 4 വിരലുകൾ, അതിൻ്റെ ബാക്കിലുള്ള വെള്ള ഭാഗം, നമ്മുടെ നിലത്ത് ഊന്നണ ഭാഗം, അത് കടുത്ത മഞ്ഞ നിറത്തിലും കടുത്ത വേദനയിലുമുണ്ട്. അതുപോലെയുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. ശ്രുതികട കൈവെള്ളകളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കൈവെള്ളകളിൽ താങ്ങാനാവാത്ത രോഗങ്ങളുള്ളതും വേദനയുള്ള കർത്താവ് കാണിക്കുന്നുണ്ട്. അതെല്ലാം കർത്താവ് സൗഖ്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കക്ഷത്ത് എപ്പോഴും ബലമായിട്ട് ഇങ്ങനെ നീര് വന്ന് കല്ലച്ച് പോയി കിടക്കും. തപ്പി ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബലമായിട്ട് തോന്നും. ആ വ്യക്തിയെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു സ്ട്രെച്ചർ ഉപയോഗിച്ച് നടക്കുന്ന വ്യക്തിയെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇന്ന് മുതൽ കർത്താവ് അദ്ദേഹത്തിന് പതുക്കെ സൗഖ്യത്തേക്ക് നയിക്കും. സ്ട്രെച്ചർ ഉപയോഗിച്ചാൽ പോലും പരസഹായമില്ലാതെ ബാത്റൂമിൽ പോകാൻ പറ്റാത്ത വ്യക്തിയാണ്. ആ വ്യക്തിയെയും കർത്താവ് ഇനി ഈ സ്ട്രെച്ചർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമാണ്. ആന്തരിക അവയവങ്ങൾ, കരളുകളും അതുപോലെ തന്നെ കുടലും, പിന്നെ ചില എനിക്ക് പേര് അറിയാത്ത ചില അവയവങ്ങളെ, ആന്തരിക അവയവങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. രക്തമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കർത്താവ് ഇടതുവശത്തുള്ള ആന്തരിക ഉദരത്തിൻ്റെ നമ്മുടെ പൊക്കിളിൻ്റെ ഇടതുവശത്തുള്ള അകത്തുള്ള ഒരു അവയവത്തിന് അത് രക്തമയം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്താനായിട്ട് സന്ദേശമാണ്. കുറച്ച് നേരമായി ഇങ്ങനെ മൂക്കിൻ്റെ പെട്ടിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവൻ അഡിനോയിഡിൻ്റെ രോഗങ്ങളെ കർത്താവ് കാണിക്കുന്നുണ്ട്. കർത്താവ് അവിടെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതികടെ കണ്ണുകൾ അടച്ചിരിക്കുന്നു, കണ്ണുകൾ തുറക്കാൻ പറ്റുന്നില്ല, കണ്ണുകൾ അടഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി കർത്താവ് കാണിക്കുന്നുണ്ട്. ആ കണ്ണുകൾ അവർക്ക് തുറക്കാൻ പറ്റുമോ? കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണാൻ പറ്റും. കണ്ണ് പോളയുടെ പീലിയുടെയോ ആ ഒരു ബലം നഷ്ടപ്പെട്ടതാണ് കാണിക്കുന്നത്. കർത്താവ് അവിടെ അവരെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. അവരെ കർത്താവിലേക്ക് കടന്ന് ആ വ്യക്തികളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ആശുപത്രി കിടപ്പ് രോഗികളായിട്ടുള്ളവരും കീമോ എടുത്തുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കർത്താവെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ, മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടുന്നത് സാക്ഷിയാക്കാൻ, എന്നെ സാക്ഷിയാക്കണമെന്നാണ് അവരിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തോ നഷ്ടപ്പെട്ടത്, പുതുക്കി കിട്ടാത്ത പാസ്പോർട്ട്, ഇടത് കൈ സാധാരണ പാസ്പോർട്ട് കൊണ്ട് നടക്കുന്ന ഇടത് കൈയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വ്യക്തി പ്രത്യേകം സൂക്ഷിക്കുക. കാര്യം സൂക്ഷിക്കുകയല്ല, അദ്ദേഹം രേഖകളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതിൻ്റെ പെൻഡിങ് തടസ്സങ്ങളുള്ളത് കർത്താവ് നീക്കുന്ന സമയമാണ്. രേഖ സംബന്ധമായ കാര്യങ്ങൾ, വിസ, പാസ്പോർട്ട്, PR അങ്ങനെയുള്ള എന്തെങ്കിലും രേഖകൾ സംബന്ധമായ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സമുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അതുപോലെ ഇടയ്ക്ക് കയറി പറയുകയാണ്. അതുപോലെ തന്നെ വയറിൽ നിന്ന് ഒരിക്കലും വയറിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വയറിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ എപ്പോഴും തോന്നും. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പേടിയാണ്, വയറ്റിൽ ആഹാരം പിടിക്കണില്ല. അങ്ങനെ വ്യക്തിയെ കർത്താവ് ഉദരത്തെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ചെറിയ വ്യവസായങ്ങൾ, വ്യാപാരങ്ങൾ, നിർമ്മാണശാലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മത്സ്യത്തൊഴിലാളികൾ വള്ളവും വലയും സമർപ്പിക്കേണ്ടതാണ്. കർഷകർ അവരുടെ കാർഷിക ഇടങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തമഴ പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ കീടനാശിനികളും അതുപോലെ തന്നെ എല്ലാവിധ ക്ഷുദ്രജീവികളും ജന്തുക്കളും നിങ്ങളുടെ പണിപ്പാടുകളിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് ഉത്തരം നൽകുന്ന സൂചനയാണുള്ളത്. കാലാവസ്ഥ ഭേദങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ട് കുടുംബങ്ങൾ പട്ടിണിയായി പോകുന്ന അവസ്ഥകളുണ്ട്. ഒരു കൈ മേലോട്ട് ഉയർത്തിക്കൊണ്ട് ഒരു കൈ കർത്താവിന് നേരെ നീട്ടിക്കൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ദുരന്തമുണ്ടാകാമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ അരൂപിയാൽ നിങ്ങൾ കാലാവസ്ഥയെ ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്ന കാലാവസ്ഥ വ്യതിയാനം കാരണം മനുഷ്യരാശി ഏറെക്കുറെ വളരെയേറെ വേദനിക്കുകയും കഷ്ടപ്പെടുകയും പലരുടെയും ജീവിത മാർഗ്ഗങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളിൽ കർത്താവെ കരയുടെയും കടലിൻ്റെ മേൽ അതിനാഥനായ കർത്താവ് നിൻ്റെ അണിപ്രധാന വരദരം കാറ്റിനെ ശമിപ്പിച്ചുകൊണ്ട് കടലിനെ ശാന്തമാക്കിയതിൻ്റെ വരതുകരം കാലാവസ്ഥകളും നിറയട്ടെ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന യേശു
യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അനുകൂലമായ കാലാവസ്ഥ മനുഷ്യരാശിക്ക് ലഭിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ. എല്ലാവരും മൗനമായി മുട്ടുനിൽക്കുക, മുട്ടുനിന്ന് പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ മൗന പ്രാർത്ഥന സമയമാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ കർത്താവിനെ തൊട്ടപ്പോൾ ചിറകുള്ള ഒരു ദൈവിക രൂപമാണ് കണ്ടത്. ഇപ്പോൾ നിങ്ങൾ വേറെ ഒന്നും പ്രാർത്ഥിക്കാതെ പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുക, മൗനമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഉടമ്പടി ഒരു ചെയ്യുന്ന പദ്ധതിയാണെന്ന് കണ്ട് ചൊല്ലുന്ന പ്രാർത്ഥനയേക്കാൾ അപ്പുറത്ത് ഈശോയെ ദൈവസ്നേഹത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഈ ആരാധന മധ്യേ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകുവാൻ, നിത്യജീവനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണത്തിൻ്റെ മുഴുവനും കൃപകളും സ്വന്തമാക്കാൻ എളിമയോടുകൂടി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. മക്കളെ, രണ്ടറിയിപ്പുകളുണ്ട്. ഒന്ന്, എല്ലാ ദിവസവും നമുക്ക് രാവിലെ 5:30 അച്ഛൻ നിങ്ങൾക്ക് ഡെയിലി ബ്രെഡ് എന്നുള്ള 12 മിനിറ്റ് നിൽക്കുന്ന ഒരു അതായത് ഒരു നമ്മുടെ 20 വർഷം തികയുന്ന അമ്മയുടെ പ്രത്യക്ഷ 20 വർഷം തികയുന്നതിൻ്റെ സൂചനയായിട്ട് ഇനി അതിൻ്റെ ജൂബിലി പ്രാർത്ഥന വരുമ്പോൾ അച്ഛൻ പറയാം, ഇതുവരെ ജൂബിലി പ്രാർത്ഥന അമ്മ തരുമെന്നുള്ള സൂചനയെ ഞാൻ അനൗൺസ് ചെയ്തായിരുന്നു നേരത്തെ. അപ്പോൾ അതുവരെ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോഴുള്ള 5:30 മണിക്കുള്ള പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ പങ്കെടുക്കണം. അത് ആ 5:30 മണിക്ക് തന്നെ പങ്കെടുക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ഒരുങ്ങി പ്രത്യേകിച്ച് ഫ്രഷായിട്ട് പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കണം. ആ പ്രാർത്ഥനയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഈ ഒരു ജീവിതത്തിൽ ഒരു ദിവസം ആവശ്യമായ എല്ലാം അതിൻ്റെതുണ്ട്. നിങ്ങൾ അതിനുശേഷം പോയി കുർബാന കൂടിയാൽ മാത്രം മതി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കുർബാന കൂടാൻ പറ്റുന്നവർ കുർബാന മുടക്കരുത്. അതായത് ആദ്യം അതിനകത്തുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആദ്യം ചെല്ലുന്നത്. അത് 3 മിനിറ്റേ ഉള്ളൂ. സെക്കൻഡ് സെക്ഷനിൽ വരണത് ഇന്ന് നിങ്ങൾ പോകുന്ന വഴികൾ, ഇടപെടുന്ന വ്യക്തികൾ,
ചെയ്യുന്ന ജോലികൾ, അതിനാവശ്യമായ ദൈവാനുഗ്രഹത്തിന് വേണ്ടിയുള്ള കോമൺ പ്രെയറാണ്. അതാണ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന തന്നെ. അത് ആ സമയത്ത് നിങ്ങൾ കൈകൾ കുപ്പി ശിരസ് നമിച്ച് ആശീർവാദവും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് മുട്ട നീക്കണം. അല്ലാത്തവർ ആ ഇന്നത്തെ എല്ലാം സമർപ്പിക്കണം. പറ്റുമെങ്കിൽ നേരത്തെ തന്നെ അച്ഛൻ പറയുകയാണ്, ഇപ്പം നാളെ രാവിലെ 5:30 പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീട് പണിയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആ മൊബൈലും കൊണ്ട് 5:30 പണിയാനുള്ള സ്ഥലത്താണ് പോയി നിൽക്കേണ്ടത്. പറ്റുമെങ്കിൽ നമ്മുടെ തിരി അവിടെയാണ് കത്തിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പശുവിനെ വാങ്ങിക്കുകയാണ്, അത് തൊഴുത്തിൽ കേട്ട്, അപ്പോൾ നിങ്ങൾ അവിടെയാണ് പോയി നിൽക്കേണ്ടത്. പറ്റുന്നവർ നിന്നാൽ മതി കേട്ടോ. രാവിലെ പുറത്തിറങ്ങാൻ പറ്റുന്നവരും പുറത്തിറങ്ങിയാൽ മതി. പക്ഷേ എന്നാലും അത് യുചിതമായൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ അസുഖമായി കിടക്കുക, അപ്പോൾ 5:30 അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ആ 5:30 കുഞ്ഞിൻ്റെ അടുത്ത് നിന്നാണ് ആ മൊബൈൽ എടുത്ത് ആ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ തൊട്ട് കൈ തൊട്ട് പ്രാർത്ഥിക്കണം. ഗർഭിണികളുണ്ടെങ്കിൽ ആ 5:30 പ്രാർത്ഥിക്കും. അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ 5:30 ഗർഭിണികളുടെ വയറെ തൊട്ട് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ എന്താണ് ഇപ്പം നിങ്ങളുടെ പ്രമാണം? അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണില്ല, കിട്ടണില്ല, അപ്പോൾ ആ അപേക്ഷ കയ്യിലുണ്ടായിരിക്കണം 5:30 നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ഇതിനാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. ഡെയിലി ബ്രെഡ് അന്ന് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത് അതിൽ വായിക്കുന്ന വചനത്തിനാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് രണ്ടാമത്തെ സെക്ഷനായിട്ട് പറയുന്നത്. അപ്പോൾ ഒന്ന് പ്രത്യക്ഷയുടെ പ്രാർത്ഥന, രണ്ടാമത്തത് അനുദിന അനുഗ്രഹ പ്രാർത്ഥന, മൂന്നാമത്തത് ആണ് ഒരു വചനം, അന്നത്തെ വചനം കർത്താവ് തരുന്നത് വായിച്ചിട്ട് അത് 2 മിനിറ്റ് കൊണ്ട് വ്യാഖ്യാനിക്കും. എല്ലാം കൂടി 12 മിനിറ്റേ ഉള്ളൂ. അത് മിസ് ആകാതിരിക്കാൻ തന്നെയല്ല, അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം ഈ 20 വർഷം കഴിഞ്ഞെന്ന് അമ്മ എന്നോട് പറഞ്ഞ ദിവസം തന്നതാണിത്. അപ്പോൾ 20 വർഷത്തെ അനുഗ്രഹങ്ങളെല്ലാം അതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റ സ്റ്റെച്ചിന് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു ധ്യാനം പല പ്രാവശ്യം കേൾക്കുന്നവരുണ്ട്, ആവർത്തിച്ച് കേൾക്കുന്നവരുണ്ട്. അപ്പോൾ കേൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ധ്യാനം, നിങ്ങൾക്കറിയാം ഈ ധ്യാനം ഒന്നും എല്ലാം ഈശോ ഓൺലൈനിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയണത്. അതുകൊണ്ടാണ് ഇതിനെ വചനത്തിൻ്റെ ആന്തരിക അർത്ഥമൊക്കെ നമുക്ക് കിട്ടണത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, പകർച്ച കൊടുക്കണം. മറ്റു വള്ളക്കാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് 2 വള്ളങ്ങളും മുങ്ങാറാവുകളും നിറച്ചെന്നല്ല കർത്താവിൻ്റെ അത്ഭുതകരമായ മീൻപിടുത്തത്തെക്കുറിച്ച് പറയണത്. ഇത് ആധ്യാത്മികമായ ഒരു മീൻപിടുത്തം തന്നെയാണ്. മനുഷ്യരെ പിടിക്കുകയാണ് നമ്മളെ. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നല്ല ഈശോ പറഞ്ഞത്. മത്സ്യം പിടിക്കുന്നവരെ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. അത് ഇക്കാലങ്ങളിൽ അത് യൂട്യൂബിൽ ഷെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മനുഷ്യരെ പിടിക്കുന്നത്. അപ്പോൾ നമ്മളാരായി? വിശ്വാസികളല്ല, നമ്മളാരായി? കർത്താവിൻ്റെ ശിഷ്യന്മാരായി ഷെയർ ചെയ്യുമ്പോൾ. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് വേണ്ടി ജീവിക്കണവർ ദൈവത്തിന് തോന്നിയാൽ പിന്നെ എല്ലാം ദൈവം നോക്കിക്കൊള്ളും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അച്ഛനെയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കണം.